Are you happy? Are you happy, parents? ഇത് തന്നെയായിരുന്നു രാവിലത്തെ റെസ്പോൺസും അല്ലേ? എന്ത് തല പോയാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റില്ല എന്നാണോ? രാവിലെ വന്നപ്പോൾ നമ്മുടെ ഉദ്ഘാടകനായ പാലക്കാടിൻ്റെ MP VK ശ്രീകണ്ഠൻ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദീപ ടീച്ചറെ ഇവിടുത്തെ പാരൻസ് ഒന്നും ക്ലാപ്പ് ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടില്ല ക്ലാപ്പ് ചെയ്യാൻ. അടുത്ത പരിപാടി മുതൽ അവരോട് ഞാൻ ക്ലാപ്പ് ചെയ്യാൻ കച്ച കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാപ്പ് ചെയ്യാത്തതെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു നല്ലൊരു ക്ലാപ്പ് ചെയ്തൂടെ? ചോദിച്ചു വാങ്ങണല്ലേ? ആവശ്യക്കാരൻ ഔചിത്യമില്ല എന്ന് പറയില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിയിരിക്കും. രാവിലെ മുതൽ നമ്മുടെ മക്കൾ കയറുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക, യു ഓൾ ആർ ഹാപ്പി, സ്റ്റിൽ യു ആർ നോട്ട് ക്ലാപ്പിംഗ്. ശരിക്കും ഈ കയ്യടികളാണ് ഈ പറയുന്ന നമ്മളെയും നിങ്ങളെയും എല്ലാവരെയും കണക്ട് ചെയ്യുന്നൊരു കാര്യം. ഈ ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടി രാവിലെ 7:30 മുതൽ ഇവിടെ എത്തിച്ചേർന്ന ധാരാളം പാരൻസ് ഉണ്ട്. കുട്ടികൾ എത്രയോ നേരത്തെ ഇവിടെ മേക്കപ്പ് ചെയ്ത് ഒരുപാട് ലേറ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊക്കെ അറിയാം, ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് കുറേയൊക്കെ ഒരു സാക്രിഫൈസ് വേണം. ആ സാക്രിഫൈസിൻ്റെ ഒടുവിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അതാണ് ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല തെറ്റുകുറ്റങ്ങളൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ ഉണ്ടാവാം. അതിലേറ്റവും ആദ്യം കുറേയധികം ആളുകൾ പറഞ്ഞത് ഇവിടെ ഭയങ്കര ചൂടായിരുന്നു എന്ന്. അപ്പോൾ അടുത്ത വർഷം മുതൽ നമ്മൾ ഫാനും AC ഒക്കെ ഇട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത് ഉറപ്പായിട്ടും ചെയ്യും. AC ഇടില്ല, ഫാൻ ഇടും. അതൊരു ആവേശത്തിൽ പറഞ്ഞതാ. എനിവേ, എന്തായാലും ഈ ചൂട് ഉള്ളത് നമ്മളും അവിടെ ഇരിക്കുമ്പോൾ മനസ്സിലായി. അത് ഞങ്ങളുടെ ഭാഗത്ത് വന്ന ഒരു വീഴ്ച തന്നെയാണ്. അത് അടുത്ത പ്രാവശ്യം റെക്ടിഫൈ ചെയ്യും. എനിവേ, നമ്മുടെ മക്കളുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്ന് ഒരുപാട് പേര് ലീവ് എടുത്തും പിന്നെ പല കാര്യങ്ങൾ ത്യജിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ആസ് എ പ്രിൻസിപ്പൽ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എത്രയൊക്കെ സമയം ചെലവഴിക്കുന്നുവോ അതൊക്കെ ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെയൊക്കെ പലിശ സഹിതം അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എവിടെ ഏത് പാരൻസ് മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതിരിക്കുന്നുവോ ഉറപ്പായിട്ടും നമ്മുടെ അവസാന കാലത്ത് നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ അവരുടെ കയ്യിൽ സമയമുണ്ടാവില്ല. അവർ കയറുന്ന വേദിയിൽ അത് ചെറിയ പെർഫോമൻസോ വലിയ പെർഫോമൻസോ എന്നല്ല, നമ്മുടെ മക്കൾ വേദിയിൽ കയറുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സാന്നിധ്യം വേണം. ഒത്തിരി സന്തോഷമുണ്ട് ഈ സ്കൂളിലെ പ്രിൻസിപ്പളായി നിന്ന ആദ്യത്തെ ഒരു ആനുവൽ ഡേ. എനിക്ക് പ്രതീക്ഷിച്ചതിലപ്പുറം മനോഹരമായ നിങ്ങളുടെ ഒരു കോപ്പറേഷൻ, അത് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടുത്തെ പാരൻസ് എല്ലാം ദേ ഓൾ ആർ എക്സലന്റ് പാരൻസ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് യു ആർ ബീൻ യൂസ്ലെസ് എന്നല്ല, നിങ്ങളെ ഉപയോഗിക്കാൻ ചിലപ്പോൾ പലർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല. കൃത്യമായി ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ സ്കൂളിൻ്റെ ഭാഗമാവണം. നിങ്ങളുണ്ടെങ്കിലേ ഈ സ്കൂളുള്ളൂ, ഈ സ്കൂളുണ്ടെങ്കിലേ ഞാനുള്ളൂ, ഞാനുണ്ടെങ്കിലേ മാനേജ്മെൻ്റ് ഉള്ളൂ, എല്ലാം ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഒരു ടീം വർക്ക് തന്നെയാണ്. രക്ഷിതാക്കൾ തന്നെയാണ് ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു നട്ടെല്ല്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങളെ ഒരു സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും നിങ്ങളുടെ പ്രസൻസ് കൊണ്ടും നിങ്ങൾ തെളിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇത്ര നേരം ഇവിടെ ഇരുന്നതിലും മക്കൾക്ക് വേണ്ടി സഹകരിച്ചതിലും എല്ലാം. ഇവിടെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു വെൽഫെയർ കമ്മിറ്റി ഓഫ് പാരൻസ് ഉണ്ട്. നമ്മൾ ആദ്യകാലത്ത് പാരൻസ് മീറ്റിംഗ് കൂടിയപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നു. അങ്ങനെയുള്ള ഒരു 15 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മിറ്റി ഉണ്ട്. കുറേയധികം സമയം, അതായത് ഈ ഒരു ആനുവൽ ഡേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളുമായി ഇൻട്രാക്ട് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങളിൽ സഹകരിക്കുകയും ഇന്ന് ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി വന്ന അവർക്ക് പ്രത്യേകം കയ്യടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആരുടെ മക്കൾ പെർഫോം ചെയ്യുന്നു എന്നുള്ളതല്ല, ഈ വേദിയിൽ കയറുന്നതെല്ലാം നമ്മുടെ മക്കൾ തന്നെയാണ് എന്നൊരു കോൺസെപ്റ്റോടുകൂടി മറ്റെല്ലാ പാരൻസിനും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹം അറിയിക്കുകയാണ്. തുടർന്നും ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ അതിലൊരു കാര്യം കൂടി എനിക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ കുറച്ച് പാരൻസ് പെർഫോം ചെയ്യുണ്ടായി. അതായത് പാരൻസ് കലോത്സവം നമ്മൾ നടത്തിയിരുന്നു. അതിൽ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് നമ്മളിവിടെ പെർഫോമൻസിനുള്ള അവസരം കൊടുത്തിരുന്നു. അപ്പോൾ പലർക്കും സംശയം തോന്നാം, എന്തുകൊണ്ട് ഞങ്ങളില്ല? ഒരുപക്ഷെ ഇവിടെ പെർഫോം ചെയ്തതിനേക്കാളും ഏറ്റവും ഭംഗിയായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവിടെ ഇരിക്കുന്നവരുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തില്ല. ഇനിയുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം. കാരണം നിങ്ങൾ പെർഫോം ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് നിങ്ങളുടെ മക്കൾക്കും നമുക്ക് ടാലൻറ്റും സ്കില്ലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം. എനിവേ, വൺസ് അഗെയിൻ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब
चलति तरंगा तव शुभ नामे जाहे तव शुभ आशीष माहे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हिंद।